പണ്ട് രൂപസാദൃശ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരേപോലെ ഇരിക്കുന്നു എന്ന പേരിൽ പലരും പറയുമായിരുന്ന രണ്ട് നായികമാർ. രണ്ടുപേരും ഇന്ത്യൻ സിനിമയിലെ ഗംഭീര അഭിനേത്രിമാർ. ശോഭനയും തബുവും. ഇന്ന് നമ്മൾ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള 10 സിമിലാരിറ്റീസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രണ്ടുപേരും സമപ്രായക്കാർ. ശോഭന ജനിച്ചത് 1970 മാർച്ച് 21-നും തബു ജനിച്ചത് 1971 നവംബർ 4-നും. ഒരു വയസ്സ് വ്യത്യാസം മാത്രം, 1.5 വയസ്സ്. രണ്ടുപേരും 14 വയസ്സുള്ളപ്പോഴാണ് സിനിമയിൽ പ്രധാന വേഷത്തിൽ അരങ്ങേറുന്നത്. ശോഭന 1984 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ 18 എന്ന ചിത്രത്തിൽ തന്റെ 14ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് നായികയായി അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ 1985 ഹം നൗജവാൻ എന്ന ഹിന്ദി ചിത്രത്തിൽ ദേവാനന്ദിന്റെ മകളായിട്ട് 14ാമത്തെ വയസ്സിൽ തന്നെയാണ് തബുവും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ ഈ രണ്ടുപേരും അതിനു മുമ്പ് തന്നെ ബാലതാരങ്ങളായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. 1980 മംഗളനായിക എന്ന ചിത്രത്തിൽ ശോഭനയും 82 ബാസാർ എന്ന ഹിന്ദി ചിത്രത്തിൽ ഒറ്റ സീനിൽ കുട്ടിയായി തബുവും. രണ്ടുപേർക്കും 2 തവണ വീതം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യം ലഭിക്കുന്നത് 1993 മണിച്ചിത്രത്താഴിലെ പ്രകടനത്തിനാണ്. നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീക്ഷ്ണമായ ഒരുതരം തന്മയീഭാവം. തബുവിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യം ലഭിക്കുന്നത് 1996 റിലീസായ മാച്ചീസ് എന്ന ഹിന്ദി ചിത്രത്തിലെ പ്രകടനത്തിനാണ്. ഇവർക്ക് രണ്ടുപേർക്കും 2ാമത്തെ ദേശീയ അവാർഡ് ഒരുമിച്ചാണ് ലഭിക്കുന്നത് ഒരേ വർഷം 2002-ൽ മിത്ര മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ശോഭനയ്ക്കും ചാന്ദിനി ബാർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തബുവിനും ഒരുമിച്ചായിരുന്നു ആ വർഷത്തെ നാഷണൽ അവാർഡ്. രണ്ടുപേരും സംവിധായകൻ പ്രിയദർശന്റെ പ്രിയ നായികമാർ. പ്രിയദർശന്റെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് ശോഭന. മോഹൻലാൽ, ശോഭന, പ്രിയദർശൻ കൂട്ടുകെട്ടിൽ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളാനകളുടെ നാട്, ആര്യൻ, തേന്മാവിൻ കൊമ്പത്ത്, മിന്നാരം തുടങ്ങിയവ. അതുപോലെ തന്നെ പ്രിയദർശന്റെ ഹിന്ദി ഉൾപ്പെടെ മറ്റു ഭാഷകളിലെ പ്രിയപ്പെട്ട നായികയായിരുന്നു തബു. അദ്ദേഹം തന്നെയാണ് തബുവിനെ മലയാളത്തിൽ കൊണ്ടുവന്നത്, അതും മോഹൻലാലിന്റെ നായികയായിട്ട് തന്നെ. 96-ൽ കാലാപാനിയിലൂടെ. വിരാസത്ത്, ഹേരാഫെറി, കാലാപാനി, സ്നേഹിതിയെ, രാക്കിളിപ്പാട്ട് എന്നീ പ്രിയദർശൻ ചിത്രങ്ങളിൽ തബു നായികയായിട്ടുണ്ട്. ശോഭനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള രേവതിയാണ് ശോഭനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച മിത്ര മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിന്റെ സംവിധായിക. ഇതേ രേവതി തന്നെയാണ് കണ്ടുകൊണ്ടേൻ എന്ന തമിഴ് ചിത്രത്തിൽ തബുവിനെ ഡബ് ചെയ്തിരിക്കുന്നതും. எது வேணா பேசலாம் நினைக்காதீங்க. நான் ஒன்னும் காலேஜ்ல போய் கணக்கு எழுதல. நீங்களும் சின்ன குழந்தை இல்லாத நம்பறதுக்கு. மறுபடியும் ஆரம்பிக்காதீங்க. நீங்க என்ன சொல்ல வரீங்கன்னு தெரியுது.
ஆனா எனக்கு இந்த காதல் கத்திரிக்கைலாம் பிடிக்காது. உங்க மௌனத்துல கவிதை இருக்கு. മലയാളത്തിൽ ശോഭനയ്ക്ക് ഏറ്റവും കൂടുതൽ ഡബ് ചെയ്തിട്ടുള്ളത് ഭാഗ്യലക്ഷ്മിയാണ്. ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. എവിടെ പോവാൻ? ഇത് തന്നെ. ചുമ്മാ ഇരി സണ്ണി. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതെന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ ഞാൻ എപ്പോഴാണ് ഇതിന്റെ കാശ് വെച്ചു? അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? അതുപോലെ തന്നെ തബു അഭിനയിച്ചിട്ടുള്ള കാലാപാനി, കവർ സ്റ്റോറി എന്നീ മലയാളം ചിത്രങ്ങളിലും ശബ്ദം നൽകിയതും ഭാഗ്യലക്ഷ്മിയായിരുന്നു. ഇന്ത്യൻസ് ബേക്ക് ഈസ് നോട്ട് എ ഫുട്ബോൾ. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഇംഗ്ലീഷാ. വലിയ കാര്യാ. ഇത് പറഞ്ഞപ്പോഴാ കളക്ടർ പേടിച്ചു പോയത്. സ്വാതന്ത്ര്യ സമരത്തില് ഇന്ത്യൻസ് ബേക്ക് ഈസ് നോട്ട് എ ഫുട്ബോൾ. രാക്കിളിപ്പാട്ടിൽ മാത്രമാണ് ഭാഗ്യലക്ഷ്മി തബുവിന് ശബ്ദം കൊടുക്കാഞ്ഞത്. ആ ചിത്രത്തിൽ ജ്യോതിയൊക്കെയാണ് ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്തത്. ശോഭനയുടെ ഏറ്റവും പ്രശസ്ത കഥാപാത്രമാണ് മണിച്ചിത്രത്താഴിലെ ഗംഗ അഥവാ നാഗവല്ലി. മണിച്ചിത്രത്താഴിന്റെ ഹിന്ദി റീമേക്കാണ് ഭൂൽ ഭുലയ്യ. അതിൽ വിദ്യാബാലനായിരുന്നു നാഗവല്ലിക്ക് പകരമായിട്ടുള്ള മഞ്ജുലിക, ഗംഗ എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പക്ഷെ അതിന്റെ രണ്ടാം ഭാഗം ഭൂൽ ഭുലയ്യ 2-ൽ മഞ്ജുളികയായിട്ട് വന്നത് തബുവാണ്. ബൈ ദ ബൈ, ആ പടത്തിലെ ഏക ആശ്വാസവും തബുവിന്റെ സാന്നിധ്യമാണ് കേട്ടോ. ഇനി പേഴ്സണലായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ രണ്ടുപേരും വിവാഹം ചെയ്തിട്ടില്ല എന്നതും ഒരു അപൂർവ സിമിലാരിറ്റി തന്നെയാണ്. ഇതെല്ലാം പോട്ടെ, ഈ രണ്ടുപേരെയും കണ്ടാൽ ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാമ്യം. അത് മാത്രമല്ല, തബുവിന്റെ ഹൈറ്റ് 1.69 മീറ്റർ, അതുപോലെ തന്നെ ശോഭനയുടെ ഹൈറ്റ് 1.68 മീറ്റർ. വാവ്, സത്യം പറ, നിങ്ങൾ രണ്ടും ഒരാളല്ലേ? ഇനി ഈ രണ്ടുപേരും നമ്മൾ മലയാളികൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണെന്നുള്ളതും മറ്റൊരു സാമ്യം. വീഡിയോ അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി എന്നാ.